എൻ്റെ സെക്കൻഡ് ഹോമാണ് എൻ്റെ ജോലിസ്ഥലം എന്ന് പറഞ്ഞാലേ അത് കുറച്ച് കുറഞ്ഞു പോകും. എൻ്റെ ഫസ്റ്റ് ഹോം തന്നെ ആട്ടാ ഇപ്പോൾ എൻ്റെ ജോലിസ്ഥലം. അവിടുത്തെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആട്ടാ ഇവരെല്ലാവരും. ഇന്നൊരു സൺഡേ ആണേ. ഇന്ന് നമുക്ക് കുറേ പ്ലാനുണ്ട്. ഓഫീസ് കാണിക്കാനേ യാതൊരു നിർവാഹവും ഇല്ല. ഈ ഓഫീസിന്റെ പുറകിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കാസിലുണ്ട് കേട്ടാ. നമ്മുടെ മണിച്ചിത്രത്താഴിലെ ആ വീടില്ലേ, അതുപോലത്തെ ഒരു വീട്. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഒന്ന് പോകണോ. അങ്ങനെ എന്തായാലും ഈ സൺഡേ നമ്മൾ ഈ കാസിൽ കാണാൻ വേണ്ടി പോവാട്ടാ. അത് മാത്രമല്ല കേട്ടാ, ഇന്ന് നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു ട്രീറ്റും കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതാ ഈ പോകുന്നതാണ് മഹാലക്ഷ്മി മാം. കൂടെ വരുന്ന ആള് ഞാൻ പറയും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനെന്ന്, ശരവണൻ സാർ. പുള്ളിക്കാരൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ആകെപ്പാടെ ഒരേ ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഈ കലികാലത്തിലേ ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലോ എന്നാണേ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കാണുമ്പോൾ. എനിക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു അഭിപ്രായം, പുള്ളിക്കാരനെ അറിയാവുന്ന എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ്. എൻ്റെ ഓഫീസിൽ കുഞ്ഞപ്പൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആളാണ് ശരവണൻ സാർ. അതേ നമ്മളിവിടെ എത്തിയേട്ടാ. ഇതൊരു കൊട്ടാരമാണ്. പണ്ടത്തെ ഇവിടുത്തെ ജമീൻ താമസിച്ചിരുന്ന വീടാട്ടാ ഇത്. കൊട്ടാരം വീടല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ മണിച്ചിത്രത്താഴിലെ പോലത്തെ തന്നെ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇവിടെയും പൂട്ടിക്കിടക്കുന്ന ഒരു അറയൊക്കെ ഉണ്ട്. ഞങ്ങളതിൻ്റെ വാതിൽക്ക് പോയി ഒന്ന് കൊട്ടി നോക്കി, അനക്കൊന്നുമില്ല. ഇത് ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുക കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരെ ഇതിനകത്ത് താമസം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ട്. അവർ മാറി വേറൊരു വീട്ടിലേക്ക് താമസം മാറി കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര ഒരു താമസിക്കാൻ കൊള്ളാത്ത സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയി കേട്ടാ. മോനൂട്ടൻ ഇല്ലാഞ്ഞ സമയത്താണ്, മോനൂട്ടൻ നാട്ടിൽ പോയിരിക്കുന്ന സമയത്താട്ടാ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മോനൂട്ടനെ കൊണ്ടുപോകാത്തതുകൊണ്ട് അവൻ ഭയങ്കര പിണക്കത്തിലായിരുന്നു കേട്ടോ. ഞാനിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. മുകളിലോട്ട് നമ്മൾ കുഞ്ഞപ്പനുമായിട്ട് നല്ല ആവേശത്തിലൊക്കെ കയറിപ്പോയെങ്കിലും മുകളിൽ ചെന്നിട്ടുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചോടുമായിരുന്നു കേട്ടോ. കാണിച്ചു തരാം. മുകളിലത്തെ റൂഫിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അടർന്ന് താഴേക്ക് ഇങ്ങനെ വീണ് കിടപ്പുണ്ടെന്നേ. മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒട്ടും സേഫ് അല്ലെന്ന്. ദാ കണ്ടോ, ഇതിടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടേ ദാ ഇവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴേ നമ്മൾ ദൂരം തന്നെ മാറി നിന്ന് കേട്ടോ. അതിൻ്റെ മേളിൽ നിന്ന് കാണാൻ താഴോട്ട് വീണ പിന്നെ കഥ ബാക്കിയില്ല. ദാ ഇത് നമ്മളിങ്ങനെ ദൂരെ മാറി നിന്ന്, ഞാൻ പോയില്ല കേട്ടാ, വേറൊരാളിനെ കൊണ്ട് എടുപ്പിച്ചതാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാകുമ്പം അവർക്കൊരു ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതേ എല്ലാവരും പേടിച്ച് താഴോട്ട് ഓടുവാട്ടാ. ഈ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ വീട്ടിലാട്ടാ. ദാ ഇത് ശ്യാമള മാഡം, ബാക്കിൽ ആനന്ദിയൊക്കെയും പിന്നെ അഭിയും. പ്രായത്തിൽ ആനന്ദിയൊക്കെ എന്നെക്കാളും ചെറുതാട്ടാ. പക്ഷേ എല്ലാവരും ആനന്ദിയക്കാന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങനെ വിളിക്കുന്നു. ഒരു റെസ്പെക്റ്റ്. ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിക്കേണ്ടതുകൊണ്ടേ എന്തൊക്കെ കൊടുത്തിട്ടും ആരും ഒന്നും കഴിക്കുന്നില്ല കേട്ടാ. ഞാനുണ്ടാക്കി വെച്ചിരുന്ന കേക്ക് പിന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്നാലും എല്ലാവരും വന്നിട്ട് ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് വിടുന്നതെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ഞാൻ പുതിനയും നമ്മുടെ ഏലക്കയൊക്കെ ഇട്ടിട്ട് ഒരു നല്ല അടിപൊളി കട്ടൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടാ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. സ്കൂളിൽ നിന്ന് വൈകുന്നേരം കുഞ്ഞപ്പൻ കുറച്ച് സമയത്തേക്ക് ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം അവന് സുപരിചിതമായിട്ടാ. കുഞ്ഞപ്പനാണെങ്കിൽ കൂടുതൽ തമിഴും കുറച്ച് മലയാളവും കൂടെ മിക്സ് ചെയ്ത് തമിഴാളത്തിൽ ഇത് അവരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ. അവർക്കും അവന് മാത്രം മനസ്സിലാകുന്ന ഭാഷയാട്ടാ. അങ്ങനെ ഇവിടുത്തെ സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ശരവണ സാറിൻ്റെ വീട്ടിലോട്ടും കൂടെ പോകുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും നമ്മളെന്ത് സഹായത്തിന് വിളിച്ചാലും ആളോടി വരുമെങ്കിലും ഞാൻ ഇതുവരെയും അവരുടെ വീട്ടിൽ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം സാറ് വണ്ടിയിൽ മുന്നേ പോയി, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ പിന്നാലെ പോയി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര കാഴ്ചകൾ. എന്താ വെച്ചാൽ നാട്ടിലത്തെ ഒരു വീട് പോലെ തന്നെ മുരിങ്ങയ്ക്കായും ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോൾ അങ്ങോട്ട് ആക്രാന്തമായി. ഞാൻ വിചാരിച്ച് ചക്ക പഴുത്ത് കിടക്കുമായിരിക്കും എന്ന് വിചാരിച്ച് പറിക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടാ. പക്ഷേ പഴുക്കാൻ ഇനി 3-4 മാസം കൂടി എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പഴുത്ത ഉടനെ തന്നെ ഒരു ചക്ക നമ്മുടെ വീട്ടിലെത്തിക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ശരവണൻ സാറ്. പുള്ളിക്കാരൻ ആ വാക്ക് പാലിച്ചു കേട്ടാ. ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ പഴുത്ത ചക്ക ഞാൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടാ. ദാ ശരവണൻ സാറിൻ്റെ അമ്മ നമുക്ക് റോസ് മിൽക്കൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടാ. ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ടാട്ടാ ഈ റോസ് മിൽക്ക് കുടിക്കുന്നത്. ഈ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തോന്നുന്നു. എവിടെ പോയാലും കാണും. ശരവണൻ സാറിൻ്റെ അമ്മയും അച്ഛനുമാണ് ഈ വീട്ടിലുള്ളത്. വൈഫ് ജോലി സംബന്ധമായിട്ട് കുറച്ച് ദൂരെയാണ്. സാറും വൈഫും കൂടെ കുറച്ചും കൂടി മാറിയൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. വീക്ക്ലി വൺസ് ആ സാർ ഈ വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ശരവണ സാറിൻ്റെ അമ്മ. ഇവിടുത്തെ സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് സീറ്റൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇവിടെ നല്ല തിരക്കുള്ള ഹോട്ടലാട്ടാ. മെനു കാർഡ് നോക്കി ഓരോരോ ഐറ്റം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് അവസാനം ഇവരെല്ലാവരെയും കൊണ്ട് ഞാൻ കേരള പൊറോട്ട കഴിപ്പിച്ചു കേട്ടാ. ശരിക്കും പറഞ്ഞാലേ കേരള പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് നമ്മുടെ കേരള പൊറോട്ട ഒന്നും അല്ലെന്നേ. എന്ത് സോഫ്റ്റ് ആയിരുന്നെന്നറിയാമോ ഈ പൊറോട്ട.
ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്നതിൻ്റെ തിരക്കിൽ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊക്കെ പറ്റിയ ഭാഗങ്ങൾ ഞങ്ങളിങ്ങനെ വീഡിയോയിൽ പകർത്തിയെടുത്തിട്ടുണ്ട്. മട്ടൻ്റെയും ചിക്കൻ്റെയും ഒക്കെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയായിരുന്നു പേരെന്ന് പോലും ഞാൻ മറന്നു. എന്തായാലും നമ്മുടെ മലയാളികളുടെ വികാരമായിരുന്ന പൊറോട്ട ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി. ഇത്രയും സോഫ്റ്റായ പൊറോട്ട കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ടുണ്ട്. ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിൻ്റെ പുറകെ ഞാൻ ഈ ഓഫീസിൽ നിന്ന് മാറിയിട്ടാ വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫറായി. അടുത്ത് തന്നെയാണ്, പക്ഷേ ഇവരെയൊക്കെ എനിക്കിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇവരൊക്കെ എൻ്റെ ചേച്ചിയും അനിയത്തിയും ചേട്ടനും ഒക്കെ ആയിരുന്നേ. എനിക്ക് എന്തൊരു സഹായത്തിന് എപ്പോൾ വിളിച്ചാലും ഓടി വരുന്നവരായിരുന്നു എല്ലാവരും. എവിടോട്ട് ട്രാൻസ്ഫറായി പോകുമ്പോഴും എനിക്ക് ആദ്യം ഒരു നല്ല പേടിയായിരിക്കും. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ കാണുന്നേ. കുറേ സ്നേഹമുള്ള മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അപ്പം എന്തായാലും കഴിപ്പൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.